ഗൈസ്, അപ്പോൾ ഞങ്ങളിപ്പോൾ യുകെയിലെത്തി. ശിവദിനം. അപ്പോൾ ഫോൺ തട്ടിപ്പറിച്ചോടോന്ന് പേടിയില്ലാഞ്ഞിട്ടല്ല, പിന്നെ ഞങ്ങൾ പണ്ട് ഭയങ്കര ധൈര്യവതികളായതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങളിപ്പോൾ പോണത് BRP കളക്ഷന് വേണ്ടിയിട്ടാണ്. ഇവളുടെ നാളെ കളക്ട് ചെയ്യും, ഞങ്ങളുടെ ഡെയിലി ഇന്ന് കളക്ട് ചെയ്യും. കാരണം ദൂരെ, അതെ, അങ്ങ് ദൂരെ. എവിടെ? ഓക്സ്ഫോർഡിലാണ്, ഞങ്ങളുടെ സെൻട്രൽ ലണ്ടനിലാണ്. കൊച്ച് ഏതൊരു കാട്ടുമുക്കിലൊക്കെയാണ് പോയിരിക്കുന്നത്. ട്രെയിനല്ലേ പോയത്? ഞങ്ങൾ മഡ്ഷൂട്ട് സ്റ്റേഷനിൽ കൂടെ ഇങ്ങനെ തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ അറിവൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മാപ്പ് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. ഞാനാണ് മാപ്പ്, ഞാനല്ല, ഇവളാണ് മാപ്പ്. പറയൂ മാപ്പ്. ഞങ്ങൾ എവിടെയാണ്? അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. അത് മെട്രോ. അപ്പോൾ ഇത് വരുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതും ചെയ്യുന്നതുമെല്ലാം. ആവശ്യക്കാടൊന്നും എടുത്തിട്ടില്ല, ഞങ്ങൾ ഇപ്പോൾ ഇന്നലെ ഇറങ്ങിയിട്ടുള്ളൂ. സോ സത്യം പറഞ്ഞാൽ ഇതിൽ എങ്ങനെ ടാപ്പ് ചെയ്യേണ്ടത് പോലെ അറിയില്ല. ഇത് നശിപ്പിക്കാനുള്ള എല്ലാ വഴികളും അവൾക്ക് അറിയാമെന്നാണ് പറഞ്ഞു വരണത് ഗൈസ്. പക്ഷെ ഞങ്ങൾക്ക് ഇത് എങ്ങനെ ടാപ്പ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇട്ട് നോക്കി കഴിഞ്ഞാൽ പൈസയും പോകും ഗൈസ്. അതെ ഗൈസ്, പൈസ പോയാൽ എല്ലാമേ പോയച്ച്. അവ എന്തിട്ട് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ കാണിച്ചു തരാം ഞങ്ങളുടെ കലാവിരുദ്ധകൾ. നിങ്ങൾക്ക് ഇത് ടാപ്പ് ചെയ്യാൻ അറിയുമോ? കമന്റ് ബിലോ. കമന്റ് ഇപ്പം ചെയ്തിട്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ BRP കാർഡ് കളക്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. ക്യാൻസൽ, കട്ടാക്കി. ഇതാണ് ഞങ്ങൾ നേരത്തെ BRP പോയത്. പക്ഷെ ഞങ്ങൾക്കൊന്നും ശരിയായില്ല ഗൈസ്. ശരിയായില്ല. നമ്മൾ അസ്ഥിയിലേക്ക് പോവുകയാണ്. അസ്ഥി പറക്കല. അപ്പോൾ ഗൈസ്, ഞങ്ങൾക്ക് BRP ക്യാൻസൽ ചെയ്തു. കാരണം ടൈമില്ല, തീരെ ടൈമില്ല. സോ ഞങ്ങളിപ്പോൾ ഡുവറ്റ് മേടിക്കാൻ പോവുക. അതുകൊണ്ടാണ് ഇവർ ഡുവറ്റായിട്ട് നടക്കുന്നത്. ഡുവറ്റ്. ബസ് ക്രോസ് ചെയ്യുമ്പോൾ നോക്കാം. പിടിച്ചാൽ ഇതാക്കുക, ഡീപ്പോർട്ടാക്കും. ഞാൻ സീരിയസ് ആട്ടോ, ഡീപ്പോർട്ടാക്കും. ഈ കുട്ടിയാണ് ഗൈസ് എല്ലാ പോലീസുകാരൻ നോട്ട് പ്ലീസ് സീനാവത്. അല്ല, ഇവിടെ എന്തോ ഞെക്കണം തോന്നി. ക്യാമറ പിടിച്ചാൽ ഞങ്ങളെ ഡീപ്പോർട്ടാക്കുന്നാണ് പറയുന്നത്. ശരി, ഓ ശരി. അപ്പോൾ ഗൈസ്, ബൈ ദ ബൈ. രണ്ടാമത്തെ ദിവസവും പിടിച്ചല്ലേ. നാട്ടിൽ ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഫോൺ പിടിക്കാൻ പാടില്ല ഗൈസ്. അതെത്തി. ഇനി ഇവിടെ എവിടെയാണോ ആ സാധനം ഞെക്കേണ്ടത് ഗൈസ്? ഞങ്ങൾക്കൊന്നും അറിയില്ല. What will we do? But we will try our best. എന്താ ഗൈസ്, ഇപ്പൊ തന്നെ ഇവിടത്തെ നശിപ്പിച്ചവര്. ഇതൊക്കെ വീട്ടിട്ട് പ്രൂഫായി മാറി. ഇവിടുത്തെ CCTV ക്യാമറയിൽ കിട്ടില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. എങ്ങനെയുണ്ട്? എത്രയാണ് ഇതിന്? just £6. 6 ചീപ്പ് ഗേൾ. ഞങ്ങളിപ്പോൾ എവിടെയാന്ന് വെച്ചാൽ, എവിടെയാടി? അസ്തലാണ് ഗൈസ്. മുരുക മുരുക പുലി മുരുക. ഒരു മുരുകൻ വീട്ടിരിക്കുന്നുണ്ട്. നിന്റെ മുരുകൻ. വേണ്ട £2 ഉള്ള ഞാൻ തരണോ? ഒരു 7 എണ്ണുണ്ട് ചെറുത്. ഞങ്ങൾ നാളെ ലിപ്സ്റ്റിക്കിന് കാണിച്ചു. ഇന്ന് രാത്രി കാണിച്ചു തരാം. ഇവളുടെ കളക്ഷൻ ലിപ്സ്റ്റിക്, ഡ്രസ്സ്, ഞങ്ങളുടെ ഷെൽഫ് നിറച്ചുള്ള സാധനം വെക്കാനുള്ള സ്ഥലമുള്ളൂ. എന്നിട്ട് വന്ന് ഡ്രസ്സ് ഇപ്പം നോക്കുക. ഇവിടെ നടന്നേ. £5 എന്ത് ഷെഡ്? ഇതൊക്കെയാണ് അത് നോക്കിനി. ഇനി വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല കേട്ടോ. അതൊന്നും
മേടിച്ചു പണക്കാരല്ലേ? അതെ, ചാരിച്ച് റിച്ചാന്നറിയാലോ. 20 അപ്പൊ എത്രയാ? 2000. Shut up. Yes, bro. 20,000 ആ. No, 2000. ആർപ്പാ? Yes. Arpa. One, Bro, അത്രയുള്ളൂ? you don't even. 2000 so Yes, cheap. yes. 2000. ഞങ്ങൾക്ക് ഇതൊക്കെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ലണ്ടനിലത്തെ. ജസ്റ്റ് വാവ്. ഇപ്പം ഞങ്ങൾ പണ്ട് റുപ്പീസിൽ നോക്കിക്കൊണ്ടിരുന്ന ഞങ്ങളിപ്പോൾ പൗണ്ട്സിലാണ് നോക്കുന്നത്. ജസ്റ്റ് ഹാപ്പിയാ തുടങ്ങിയ ഫാഷൻ സൈക്കോ സോഷ്യൽ ആൻസൈറ്റി. എനിക്ക് പുലിമുരുകം വേണം. തുപ്പു ഞാൻ ഇനി പുലിമുരുകൻ്റെ കാര്യം കൂടിയുള്ളൂ. മക്കളെ നാട്ടിലത്തെ വെയിൽ ഇതൊക്കെ ഇട്ട് നടന്നാ പിന്നെ ബോയിൽഡ് എഗ്ഗാവും പുഴങ്ങിയ മുട്ട. എന്തേ മേടിച്ചില്ല നീ? അല്ല ഡാഡി കുറച്ച് റിച്ച് അതെല്ലാം പറഞ്ഞ ജാതി മോൾക്ക് വേണ്ടി അയ്യോ ഇത് പറഞ്ഞു. നീ വരുന്നുണ്ടോ മോളെ? ആ ഞഞ്ഞേ ഗ്ലൗസ് 10 വിത്ത് ക്യാപ്. 10,000 ഗൈസ്. അപ്പം ഞങ്ങൾ ഇവിടെ ഓരോന്ന് തപ്പിക്കൊണ്ടിരിക്കുക. ശരിക്കും ഞങ്ങൾക്ക് ഡുയിച്ച് പുതപ്പാണ് വേണ്ടത്. പുതയ്ക്കാണ്ട് ഇന്നലെ സീനായിക്കണ്. ഇന്നലെ ഫുള്ള് തണുത്ത് വരച്ച് കൈ മറ്റേ ഞങ്ങളൊരു കൂട്ട് നാട്ടി തോന്നുന്നുണ്ടായിരുന്നു. മലയാളി ഓ കണ്ടാലേ മലയാളികളെ കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റും. ഏത് മലയാളികളെ കണ്ടാലും ഞങ്ങൾ കറക്റ്റായിട്ട് പിടിക്കും. റെയിൽവേ സ്റ്റേഷനിൽ ഒരു മലയാളി ചേട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലോ ഒരു കൊച്ച്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കോട്ട് വെച്ചാണ് പൊതിച്ച്. കൈ പതിക്കുമ്പോൾ കാല് തണുക്കും, കാല് പതിക്കുമ്പോൾ കൈ തണുക്കും. അന്ന് ഞങ്ങൾ ഉറപ്പിച്ചു ഇനി ഡു ഇറ്റ് മേടിക്കാണ്ട് ഞങ്ങൾ അടങ്ങില്ല എന്ന്. അയ്യോ ആനിയോ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഡു ഇറ്റ് നോക്കിയിട്ട് ഏതാണ് ഞങ്ങൾ ഡു ഇറ്റ് മേടിക്കാൻ പോകണമെന്ന് കാട്ടിത്തരാം. ഇവിടെ എത്ര പൗണ്ടെന്ന് നോക്കാം. ചീപ്പാ? അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രിക്ക് കഴിക്കാൻ ഇന്ന് ഞങ്ങളൊരു പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഞങ്ങളിപ്പോൾ ഇവിടെയൊക്കെ കുറേ എക്സ്പ്ലോർ ചെയ്യുക. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് മേടിക്കാൻ പൈസ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഡേറ്റ് അവിടെ തപ്പി നോക്കട്ടെ ഗൈസ്. ഒരു പർച്ചേസിന് ശേഷം ഞങ്ങളുടെ 26 പൗണ്ട് നഷ്ടപ്പെട്ടു ഗൈസ്. ഇച്ചിരി പൗണ്ട് ഉണ്ടെന്നുള്ളത് നഷ്ടപ്പെട്ടു. സോ സാഡ്. ദീസ് ആർ ദ തിങ്സ് വി ബോട്ട്. ഇത് അത് പിന്നെ ഒരു സാധനം കൂടെ വരാനുണ്ട്. മുട്ട പിന്നെ എന്തൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വ്യൂ കണ്ടില്ലല്ലോ, നിങ്ങൾ കാണിച്ചു തരാം. ഞങ്ങളുടെ റൂമിലേക്ക് വ്യൂ ആണ് കഴിച്ചത്. ഇതാണ് ആപ്പിൾ മല കാണുന്നുണ്ടല്ലോ. അതിൽ ആപ്പിൾ മല ഉണ്ട്. നമ്മളെ നാട്ടിലൊക്കെ 1 കിലോ 100 രൂപയ്ക്കൊക്കെ മേടിച്ചിരുന്നതാണ്. ഇപ്പോൾ അടി കടന്ന് കിട്ടുമ്പോൾ കഴിക്കും. അങ്ങനെ ഞങ്ങൾ വീണ്ടും സൂപ്പർ മാർക്കറ്റിലേക്ക് പോയതാണ് ഗൈസ്. എന്തിനാണ് പറയൂ കുട്ടി, എന്തിനാ? ഞങ്ങൾക്ക് ആനയുടെ വക ചലോ. ആനി പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് 2 മിനിറ്റിൽ ഇറങ്ങിയാൽ ഞങ്ങൾ മോൺസ്റ്റർ മേടിച്ചു തരാമെന്ന്. ഞങ്ങൾ 2 മിനിറ്റിൽ 1/2 മിനിറ്റിൽ ഇറങ്ങി. അതെ, അത് കഴിഞ്ഞ് ഞങ്ങളറിയാണ്ട് താക്കോല് എടുത്തിട്ട് വന്നു വീടിൻ്റെ. അവിടെ എല്ലാവരും പൂട്ടിക്കിടക്കുക. അവരിനി എന്തെങ്കിലും ഊക്കി വിടണ സീനാവും. താക്കോല് കാണില്ല. അപ്പോൾ എനിക്ക് ലേസ് സാപ്പിടണം എന്നൊരു ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ ഇത് 2 മേടിച്ചത്. നിങ്ങൾ വിചാരിക്കണ്ട എപ്പോഴും ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലാണോ? കാരണം ഞങ്ങൾ റിച്ച് ആയതുകൊണ്ട് ഗൈസ്, റിച്ച്. അതെ തട്ടിക്കൊണ്ട് പോയാലോ? അതെ, റിച്ച് അതെ. എന്റെ സ്വർണ്ണ കമ്മല് കണ്ടു 50 രൂപ 50 പൗണ്ട്സ്. ഫോട്ടോ കിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇത് കുടിച്ചിട്ട് കാണാം. എനിക്ക് സർപ്രൈസ് എന്നിട്ട് ഇവളാണ് ഫുൾ മോന്തണത്. പ്രതികരിക്കും പെങ്ങളെ, പ്രതികരിക്കും. എന്ത് ചെയ്യാനാ? 2 മിനിറ്റിൽ ഇറങ്ങാൻ പറഞ്ഞ 1/2 മിനിറ്റിൽ ഇറങ്ങണ ഞങ്ങളുടെ ശീലമായി പോയി.
ഒന്നും ചെയ്യാറില്ല. പോട്ടെ വിട്ടുകളാ. സർപ്രൈസ് എന്നും ഞങ്ങൾക്കൊരു അർഹമാണ്. ഇതെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, ഞാൻ പോവാ ഗൈസ്. വീട്ടിലെവളെ മമ്മീനെ വിളിച്ച് ഞങ്ങൾ പറയൂ. എന്തു പറയാ? ഞങ്ങളെ വിട്ടുപോയവൾ തെറ്റും, നശിക്കും. ആരായിട്ട്? ആരെങ്കിലും ആയിട്ട് നശിക്കും. അതൊക്കെ വീഡിയോ. അപ്പോൾ ഗൈസ് ബൈ. ഞങ്ങളിവിടെ റെസ്റ്റ് ചെയ്യാൻ വന്നേക്കാം. നല്ലൊരു റിവർ സൈഡാണ്. ഞങ്ങൾ ഫുൾ റിവറിൽ കവർ ചെയ്തിരിക്കുകയാണ്. അതെ, ഇംഗ്ലീഷ് അറിയാമല്ലോ. ബ്ലഡി ഫുൾ സോറി, ഐ ആം ന്യൂ ടു ദിസ് കൺട്രി. അയ്യാ, ഞാൻ പിന്നെ പണ്ട് എൻ്റെ അച്ഛനപ്പൂപ്പനൊക്കെ ഇവിടെ ആയിരുന്നല്ലോ. അപ്പോൾ ഗൈസ് ഇനി പാർട്ട് ടൈം ഹണ്ടിന് പോകണം. പാർട്ട് ടൈം ഹണ്ടിന് പോയി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ ഗൈസ്. പറഞ്ഞോ, ബൈ ബൈ പറ.